നമസ്കാരം ഗൈസ്, എല്ലാവർക്കും തരംഗത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എന്തായാലും 23-ാം തീയതി മമ്മൂട്ടി നായകനായിട്ടുള്ള ടർബോ റിലീസാകാൻ പോവുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം ഇതിൻ്റെ കാസ്റ്റും ക്രൂവും ആരൊക്കെയാണെന്നുള്ള കാര്യം. ഒരു വലിയൊരു ക്രൂ തന്നെ ഉണ്ട് സിനിമയ്ക്ക്. മെയിനായിട്ട് വൈശാഖ് ഡയറക്ഷൻ ചെയ്യുന്നു, മിഥുൻ മാനുവൽ തോമസ് അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു വലിയൊരു സംഭവമായിട്ടാണ് സിനിമ ഇറങ്ങാൻ പോകുന്നത്. മിഥുൻ മാനുവൽ ആൻഡ് വൈശാഖ് ഇവരുടെ ഒരു കോമ്പിനേഷൻ വരുന്നത് തന്നെ ഒരു വലിയൊരു സംഭവമാണ്. കാര്യം ഒരു രണ്ടും ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഡയറക്ടർ വേറൊരു ഡയറക്ടറിന് വേണ്ടി സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കുകയാണ്. എനിക്ക് അത് അങ്ങനെ ഒരുപാടൊന്നും മലയാളത്തിലും അല്ല വേറെ ഇൻഡസ്ട്രിയിലും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. കാര്യം അത്രയധികം പ്രോമിനൻസി നിൽക്കുന്ന രണ്ട് ഡയറക്ടേഴ്സാണ്, കണ്ടിന്യൂസ് പടം ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ആ ലെവലിലും ഭയങ്കര പ്രതീക്ഷയുണ്ട്. പിന്നെ മിഥുൻ മാനുവൽ ഈ അടുത്ത് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ വൻ ലെവലിൽ ഹിറ്റായുള്ള ചിത്രങ്ങളായിരുന്നു. ഒസ്ലറാണെങ്കിലും ബാക്കിയുള്ള ചിത്രങ്ങളാണെങ്കിലും അതൊക്കെ ഓടിയിട്ടുണ്ട്. നല്ല ട്രാക്ക് റെക്കോർഡുള്ളൊരു റൈറ്ററാണ് മിഥുൻ മാനുവൽ തോമസ്. കുറച്ച് പടങ്ങൾ മാത്രമേ ഫ്ലോപ്പ് ആയിട്ടുള്ളൂ. വൈശാഖിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 1-2 പടങ്ങൾ ഫ്ലോപ്പ് ആയിട്ടുണ്ട്. പക്ഷേ കണക്കെടുത്ത് നോക്കി കഴിഞ്ഞാൽ വൈശാഖിൻ്റെ സിനിമകളാണ് ഏറ്റവും കൂടുതൽ ഓടിയിട്ടുള്ളതും പിന്നെ ഏറ്റവും നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളതാണ്. ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും വലിയ ഫസ്റ്റ് സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള 100 കോടി കയറിയ സിനിമയായിട്ടുള്ള പുലിമുരുകൻ ഒക്കെ ഡയറക്റ്റ് ചെയ്തതും വൈശാഖായിരുന്നു. വൈശാഖ് അത്ര സെറ്റപ്പായിട്ടാണ് ആ സിനിമയ്ക്ക് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി വന്നു കഴിഞ്ഞാൽ ഈ ഒരു പടത്തിൻ്റെ പ്രശ്നം എന്താണ് വരാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര ഒരു പ്രതീക്ഷയാണ്. ഈ പ്രതീക്ഷ എപ്പോഴും തിരിച്ചടിക്കാറുണ്ട്. പക്ഷേ ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിരുന്നു മലൈക്കോട്ട് വാലിബൻ എന്ന സിനിമ. അതിന് വന്നൊരു ഹൈപ്പ് ഭയങ്കരമായിരുന്നു. പടം ഇറങ്ങിയ ആൾക്കാർക്ക് അത് എന്തോ മനസ്സിലാവാൻ പറ്റാൻ അല്ലെങ്കിൽ ആൾക്കാരുമായിട്ട് അത് കണക്ട് ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ആ പടം ഫ്ലോപ്പായി പോയി. അത് വലിയ പ്രതീക്ഷയോട് വന്ന് ഫ്ലോപ്പായി പോയൊരു സിനിമയായിരുന്നു. അതുപോലെ നമ്മൾ ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ചിത്രങ്ങളുണ്ട് വലിയ ഹൈപ്പ് വന്നിട്ട് പിന്നീട് അത് ഫ്ലോപ്പായി പോകുന്നത്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഈ അടുത്ത് ഇറങ്ങിയ മമ്മൂട്ടി സിനിമകൾക്കൊന്നും അത്ര വലിയ ഹൈപ്പ് വലുതായിട്ടില്ലായിരുന്നു. എല്ലാം ചെറിയ പടങ്ങൾ അല്ലെങ്കിൽ അത്ര മാസ് മസാല പടങ്ങൾ ഇതുവരെ ഈ അടുത്തൊന്നും വന്നിട്ടില്ല. ഇറങ്ങിയ എല്ലാ ചിത്രം നോക്കിയാലും ഓടി ഭയങ്കര ഹിറ്റുമായി. പക്ഷെ ഒന്നിനും ഓവർ ഹൈപ്പ് ഇല്ലായിരുന്നു. എല്ലാം ഒരു നോർമൽ ലെവലിലുള്ള റിലീസുകളായിരുന്നു. ഫാൻ ഷോസുകളില്ലായിരുന്നു. ഇപ്പോൾ റോഷാക്കാണെങ്കിലും ഇപ്പം ബ്രഹ്മയുഗമാണെങ്കിലും കണ്ണൂർ സ്ക്വാഡ് ആണെങ്കിലും ഇതൊക്കെ ആദ്യത്തെ ദിവസം ഭയങ്കര വലിയ ഇനിഷ്യൽ പൂൾ ഉണ്ടാക്കി അങ്ങനെ ഇതായ സിനിമകളല്ല. നോർമൽ ഹൈപ്പ് മമ്മൂട്ടി ചിത്രം എന്നുള്ള ഹൈപ്പിൻ്റെ അപ്പുറം വലിയൊരു ഹൈപ്പ് ഇല്ലായിരുന്നു. പക്ഷേ ഇത് കുറേ നാളിന് ശേഷമാണ് മമ്മൂട്ടിയുടെ ഒരു അതിനെല്ലാവരും പറയുകയും ചെയ്തു ബാക്കിയുള്ള സിനിമയിൽ നിന്ന് ഒരുപാട് മാറി നിന്ന് ഭയങ്കര എൻ്റർടൈനർ വരുന്നു. അപ്പോൾ ആ രീതിയിൽ ഭയങ്കര ആകാംക്ഷയായിരിക്കും, ആ രീതിയിൽ ബമ്പർ ഓപ്പണിംഗ് ആയിരിക്കും സിനിമയ്ക്ക്. പക്ഷേ അതുപോലെ തന്നെ ഒരു ഭയങ്കര എൻ്റെ ഒരു പ്രശ്നമായിട്ട് വരാൻ പോകുന്നത് അതിൻ്റെ ഒരു ഹൈപ്പാണ്. ഒന്നാമത്തെ കാര്യം ഈ മാസ് മസാല എൻ്റർടൈനർ സിനിമ എന്ന് പറയുമ്പോൾ അതിന് വലിയൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ എന്താ വെച്ചാൽ സ്റ്റോറിയെ ഫോർഗ്രാൻഡ് എടുക്കും. അവർ പറയാം ഓക്കെ ഒരു ബേസിക് പ്ലോട്ട് ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ, സ്ക്രിപ്റ്റ് ഈ ലെവലിൽ മതി, പക്ഷേ നമുക്ക് ആക്ഷനിൽ പിടിച്ചോളാം അല്ലെങ്കിൽ കോമഡി പിടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം നടത്തി കഴിഞ്ഞാൽ അത് പരാജയമാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈവൻ തോ ഒരു ടെംപ്ലേറ്റ് സിനിമയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോയി കണ്ടാലും നമുക്ക് പക്ഷേ എഗെയിൻ നമ്മൾ എന്തെങ്കിലും അതിൻ്റെ ഒരു പുതുമ ആഗ്രഹിക്കും. അല്ലെങ്കിൽ അതിൻ്റെ ഒന്നുകൂടെ ഒരു മേ ബി ഒരു തിൻ ലൈൻ അല്ല അതിൽ കുറച്ചുകൂടെ നമ്മൾ ഡീപ്പായിട്ടൊക്കെ ഇപ്പോൾ ആഗ്രഹിക്കും. കാര്യം ഇപ്പം നമ്മൾ ഈവൻ തോ നമ്മൾ സിനിമകൾക്ക് നമ്മൾ പറയും നമുക്ക് ആക്ഷൻ അല്ലെങ്കിൽ മസാല പടങ്ങൾ വേണമെന്ന് പറഞ്ഞാലും അതില്ലാത്തതാണെങ്കിലും നമുക്ക് നല്ല കാമ്പുള്ള പടം മാത്രമേ ഓടൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ജസ്റ്റ് ടെംപ്ലേറ്റ് പടം ഇറക്കിക്കൊണ്ടത് അത് ആണെന്ന് പറഞ്ഞ് ഇറക്കിക്കൊണ്ടത് ഹിറ്റ് ആവണമെന്നില്ല. അപ്പം എന്തായാലും ആ അമിത പ്രതീക്ഷ ആരും വെക്കണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം അമിത പ്രതീക്ഷ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചടിയാവാൻ പാടില്ല. ചിലപ്പോൾ ഒരു മീഡിയോക്കർ സിനിമയായി മാറിക്കഴിഞ്ഞാൽ അത് പിന്നെ വലിയൊരു പ്രതീക്ഷ താഴ്ന്നു പോയൊരു അല്ലെങ്കിൽ പ്രതീക്ഷയ്ക്ക് ഉയരാതെ പോയൊരു സിനിമയായിട്ടൊക്കെ പ്രശ്നമായിട്ട് മാറിയേക്കാം. അതിനേക്കാൾ നല്ല വലിയ പ്രതീക്ഷയൊന്നും വെക്കാണ്ട് എനിക്കൊന്ന് 23-ാം തീയതി എല്ലാവരും പോയി കണ്ടു നോക്കുക. നമുക്ക് എന്തായാലും തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം സിനിമ അടിപൊളി ആയിരിക്കണേ എന്നുള്ളൊരു പുലിമുരുകൻ ലെവലിലോട്ട് അത് പോകണമെന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും വൈശാഖിലും ഇതിലും നമുക്ക് ട്രസ്റ്റ് വെക്കാം. അതുപോലെ തന്നെ ഈ അടുത്തായിട്ടുള്ള മമ്മൂക്കയുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻസിലും നമുക്ക് വിശ്വാസം അർപ്പിക്കാം. എന്തായാലും ഗൈസ് 23-ാം തീയതി പോയി സിനിമ കാണുക. നന്ദി, നമസ്കാരം, ബൈ.